ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. രാവിലെ കൺമണി ഉണരുമ്പോൾ കാശി താഴെയാണ്. കൺമണി ഫ്രഷായി വരുമ്പോൾ കാശി പത്രവായനയിലാണ്. അടുക്കളയിൽ രാഗിണി തകർത്ത പാചകത്തിലും. അമ്മ വീൽ ചെയറിലിരുന്ന് കട്ടിംഗ് ബോർഡിൽ തകൃതിയായി പച്ചക്കറി നുറുക്കുന്നു. എന്താ അമ്മേ ഇന്ന് വിശേഷം? കൺമണി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അതോ ഇന്ന് കാശിയുടെ ഏതൊക്കെയോ ഫ്രണ്ട്സ് വരുന്നു. അതിലേതോ കൊച്ചിൻ്റെ പിറന്നാൾ ആഘോഷിക്കുവാനാണ് ഈ ഒരുക്കം. ആ കൊച്ചിന് സർപ്രൈസ് കൊടുക്കാൻ. ഓ, ആ കൊതിച്ചിയായിരിക്കും കൊഞ്ചലി വരുന്നത്. കൺമണി ചുണ്ടു കൂർപ്പിച്ചു. കണ്ണാ, എന്തായാലും മോള് കുളിച്ചു നിൽക്കുവല്ലേ, നിങ്ങൾ രണ്ടാളും കൂടി അമ്പലത്തിൽ പോയേച്ചും വാ, അവനുമുണ്ടല്ലോ. അപ്പോഴേക്കും മുകളിൽ നിന്നും കാശിയുടെ വിളിയെത്തി. കണ്ണേ, ആ വരുവ കാശിയേട്ടാ. കൺമണി ചെല്ലുമ്പോൾ കാശി കരിമ്പച്ച നിറത്തിലെ ഷർട്ടും അതിന് ചേർന്ന കരയോട് കൂടിയ മുണ്ടുമുടുത്ത് റെഡിയായി നിൽക്കുന്നു. അവനെ കണ്ടതും പെണ്ണ് നന്നായി പുച്ഛിച്ചു. അകത്തേക്ക് കയറി ബെഡിലെടുത്ത് വെച്ചിരിക്കുന്ന നേരിയത് മുണ്ടും എടുത്തണിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി വന്നവളെ കണ്ണും മിഴിച്ച് നോക്കി നിന്നു കാശി. എന്നാൽ അവനെ കണ്ട ഭാവം പോലും കാണിക്കാതെ പുച്ഛിച്ചുകൊണ്ട് കൺമണി താഴേക്ക് പോയി. കാശി പുഞ്ചിരിയോടെ അവൾക്ക് പിന്നാലെയും. ഹാളിലെത്തുമ്പോൾ രാധയെയും രമേശനും നിൽക്കുന്നത് കണ്ടു. രാധേ, എപ്പോൾ വന്നു പെണ്ണേ? നീ എന്താ മുകളിലേക്ക് വരാത്തത്? ഞാനും ഏട്ടനും ഇപ്പോൾ വന്നതേ ഉള്ളടി. നേരം വൈകുമ്പോളെ നിങ്ങൾ അമ്പലത്തിൽ പോയേച്ചു വാ, അവർ രണ്ടുപേരും ഇവിടെ തന്നെ കാണും. അച്ഛൻ പറയുമ്പോൾ കാശിയും കൺമണിയും കൂടി പുറത്തേക്ക് നീങ്ങി. കാശി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൺമണി അവന് പിന്നിലേക്ക് കയറി. അമ്പലത്തിൽ നിന്നും മാറ്റി പാർക്ക് ചെയ്ത് രണ്ടുപേരും ഇറങ്ങി. അടുത്തുള്ള പൂക്കടയിൽ നിന്നും മുല്ലമാല വാങ്ങി കാശി പെണ്ണിൻ്റെ മുടിയിൽ ചൂടിച്ചു. വീർപ്പിച്ച് വെച്ച മുഖം കാണുമ്പോൾ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. വഴിപാട് ചീട്ടെടുത്ത് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നു. തിരുമേനിയുടെ കയ്യിൽ നിന്നും ചീട്ട് ഏൽപ്പിച്ചു. തൊഴുത് വലം വെച്ച് വരുമ്പോൾ തിരുമേനി പ്രസാദവുമായി പുറത്തേക്ക് വന്നു. കൺമണി തിരുവോണം, കാശിനാഥൻ രേവതി രണ്ടുപേരും ചേർന്ന് പ്രസാദം വാങ്ങി. കാശി കൺമണിക്ക് ചന്ദനം തൊടിയിച്ചു. അല്പ സിന്ദൂരം അവളുടെ നെറുകിലും ചാർത്തി. പുറത്തേക്കിറങ്ങി ബൈക്കിൻ്റെ അടുത്തെത്തുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ കണ്ണാ, എൻ്റെ പെണ്ണിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ചേർത്ത് പിടിച്ച് കവിളിൽ അമർത്തി ഉമ്മ വയ്ക്കുമ്പോൾ കൺമണിയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. അമ്മയില്ലാത്ത ആദ്യത്തെ പിറന്നാളാണ്. ശരിക്കും പറഞ്ഞാൽ ഓർത്തതുപോലുമില്ല. പരിസരം മറന്ന് കാശിയുടെ നെഞ്ചിൽ ചാരി നിന്നു കൺമണി. കരഞ്ഞുകൊണ്ട് അവൻ ഇറകെ കെട്ടിപ്പിടിച്ചു. അയ്യേ, കരയുവാണോ കണ്ണാ? അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് കണ്ണുനീര് തുടച്ചു കാശി ചോദിച്ചു. കരയില്ലേ പൊന്നെ. പെണ്ണിനെ പൊതിഞ്ഞു പിടിച്ചു. എനിക്ക് കരച്ചിൽ വരുവാ കാശിയേട്ടാ, സന്തോഷം കൊണ്ട്. ഇനി ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട്. അമ്പലത്തിൽ നിന്നും വരുമ്പോൾ രാജീവനും രമേശനും രാധയും കൂടി സെലിബ്രേഷന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. കൺമണിയുടെ മനസ്സ് നിറഞ്ഞു. അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് നിറകിൽ ചുണ്ടു ചേർത്തു. അമ്മയും അച്ഛനും അവൾക്ക് സമ്മാനം നൽകി. ഒരു ധാവണി സെറ്റാണ് അച്ഛൻ സമ്മാനിച്ചത്. അമ്മ അവൾക്കൊരു കാശിൻ്റെ നെക്ലസും. കാശിയും രാജീവനും രമേശനും കൂടി സംസാരിച്ചിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു ബൈക്ക് വന്ന് നിന്നത്. അതിൽ നിന്നും ഇറങ്ങി വരുന്ന ബാലനെ കണ്ടപ്പോൾ രമേശൻ ചിരിച്ചു. എന്നാൽ കാശിക്ക് എവിടെയോ കണ്ടു മറന്ന മുഖമെന്നല്ലാതെ ആളിനെ കൃത്യമായി മനസ്സിലായില്ല. കാശി, ഇത് കൺമണിയുടെ ചേട്ടൻ കുട്ടനാണ്. കാശിയുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ രമേശന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ രമേശൻ ആളിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴേക്കും കുട്ടൻ അകത്തേക്ക് കയറിയിരുന്നു. കാശി കുട്ടനെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് പെട്ടെന്ന് ആളിനെ മനസ്സിലായില്ല. രമേശൻ പറഞ്ഞപ്പോഴാണ് തൻ്റെ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് കാശി പറഞ്ഞു. ഇന്നത്തെ ദിവസം വരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ കണ്ണൻ്റെ പിറന്നാളല്ലേ, എവിടെ അവൾ? അകത്തേക്ക് നോക്കിക്കൊണ്ട് ബാലൻ ചോദിച്ചു. കണ്ണാ. കാശിയുടെ നീട്ടിയുള്ള വിളിക്കേട്ട് കൺമണി പുറത്തേക്ക് വന്നു. അരക്കൈവരിയിലിരിക്കുന്ന ആളിനെ കണ്ടപ്പോൾ പെട്ടെന്ന് നിന്നു. നിറഞ്ഞു തൂവുന്ന കണ്ണുകളോടെ ഓടി വന്ന് കുട്ടൻ്റെ നെഞ്ചിലേക്ക് വീണു. എത്ര നാളായി ഏട്ടാ കണ്ടിട്ട്? എന്നെ മറന്നോ? അത്രയ്ക്കാരും അല്ലാതായി പോയോ ഞാൻ? കുട്ടൻ അവളെ ചേർത്ത് പിടിച്ചു. അങ്ങനാണോ കണ്ണാ നീ ഏട്ടനെ മനസ്സിലാക്കിയേ? ഇന്നത്തെ ദിവസം ഏട്ടന് മറക്കാൻ കഴിയുമോ? എൻ്റെ കുട്ടിയുടെ പിറന്നാൾ ദിവസം. കയ്യിൽ കരുതിയ പൊതി അവൾക്ക് നേരെ നീട്ടി. മാമ്പഴ മഞ്ഞയിൽ പച്ച ബോർഡറുള്ള പട്ടുപാവാട. കൺമണി അത് വാങ്ങി നെഞ്ചോട് അമർത്തി പിടിച്ചു. ഏട്ടൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ കണ്ണേ നിനക്ക് തരാൻ. കുട്ടൻ്റെ ഒച്ചയിടറി. കൺമണി, ഇതുപോലും ആഗ്രഹിച്ചിട്ടില്ല ഏട്ടാ. വല്ലപ്പോഴും വന്നെന്ന് അന്വേഷിച്ചാൽ മതി, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. അതിൽ കൂടുതൽ ഒരു സമ്മാനവും ഏട്ടൻ്റെ കണ്ണന് വേണ്ട. അവൾ ചേർത്ത് പിടിച്ച് ഇരു കവിളിലും ചുണ്ടു ചേർത്തു.
വരണമെന്നും കാണണമെന്നും ഏട്ടൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പൊന്നെ, പക്ഷേ എന്ത് ചെയ്യാം. വന്ന പാടെ ഏട്ടനെ ഇങ്ങനെ നിർത്തി വിഷമിപ്പിക്കാതെ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുമോളെ. അച്ഛൻ്റെ പറച്ചിൽ കേട്ടാണ് കൺമണി അതിനെക്കുറിച്ച് ഓർത്തത് പോലും. വേഗം അടുക്കളയിലേക്ക് പോയി കുടിക്കാൻ ചായയുമായി തിരികെ വന്നു. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് സദ്യ കഴിച്ചത്. സദ്യ കഴിക്കാൻ നേരം കൺമണി അച്ഛൻ കൊടുത്ത ധാവണിയാണ് ഉടുത്തത്. സദ്യയൊക്കെ കഴിഞ്ഞ് കുട്ടനും രമേശനും രാധയും പോകാനിറങ്ങിയപ്പോൾ കാശി അവരെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തി. കേക്ക് കട്ടിങ് കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. കൺമണി പോയി ഏട്ടൻ കൊടുത്ത പട്ടുപാവാട അണിഞ്ഞ് താഴേക്ക് വന്നു. അതും ഇട്ടുകൊണ്ടാണ് കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ അന്നത്തെ ആഘോഷങ്ങളെല്ലാം അവസാനിച്ചു. രാജീവിനെ കൂട്ടിയാണ് കുട്ടനെയും രമേശിനെയും രാധയെയും വീട്ടിലേക്ക് വിടാൻ കാശി അയച്ചത്. അപ്പോഴേക്കും കുട്ടൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. അവൻ വന്ന ബൈക്ക് അവിടെ ഉണ്ടായിരുന്നു. കൺമണിക്ക് വലിയ സന്തോഷമായിരുന്നു രാധയും ഏട്ടനും പിറന്നാളിന് വന്നതിൽ. കണ്ണേ, എൻ്റെ ഗിഫ്റ്റ് വേണ്ടേ കുഞ്ഞേ? വേണം. കാശി ഒരു ജ്വല്ലർ ബോക്സ് എടുത്ത് കൺമണിയുടെ കയ്യിൽ കൊടുത്തു. അവളത് തുറന്നു നോക്കുമ്പോൾ ഭംഗിയുള്ള വെള്ള കല്ല് വെച്ച മൂക്കുത്തിയായിരുന്നു. പെണ്ണവനെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു. ഇനി ഒരു സമ്മാനം കൂടിയുണ്ട്, പക്ഷേ ഞാനത് കയ്യിൽ തരില്ല, ഞാൻ തന്നെ അണിയിച്ചു തരും. അതെന്താണെന്നറിയാൻ അവൾ കാശിയെ കൂർപ്പിച്ച് നോക്കി. കാശി പെണ്ണിനെ എടുത്ത് ബെഡിൽ കിടത്തി ഇട്ടിരുന്ന ടീഷർട്ട് ഇടുപ്പിൽ നിന്ന് ഉയർത്തി പല്ലാസ ഇടുപ്പിൽ നിന്നും അല്പം താഴേക്ക് താഴ്ത്തി. ബോക്സിൽ നിന്നും പൊന്നരഞ്ഞാണം പുറത്തെടുത്ത് പെണ്ണിൻ്റെ ഇടുപ്പിലിട്ട് കൊടുത്തു. കൊളുത്ത് കടിച്ചു മുറുക്കുമ്പോൾ അവൻ്റെ ചുണ്ട് പതിഞ്ഞ് കൺമണി പുളഞ്ഞു പോയി. ഇതിങ്ങനെ എൻ്റെ കണ്ണൻ്റെ അരയിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്നത് കാണുന്നത് തന്നെ സുഖമാണ്. അവളുടെ ഇടുപ്പിലും അരഞ്ഞാണത്തിലും ചേർത്ത് കടിച്ചു കാശി. കണ്ണാ, എന്താണിത്ര ആലോചന? അവൾ കാശിയുടെ നെഞ്ചത്തേക്ക് ചേർന്ന് കിടന്നു. മുഖം ചരിച്ച് അവനെ നോക്കി. ഇന്നത്തെ എൻ്റെ പിറന്നാളിന് അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ കാശിയേട്ടാ? പറയുമ്പോൾ അവളുടെ ഒച്ച ഇടറിപ്പോയി. കണ്ണ, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കണ്ണ് നിറയ്ക്കല്ലേ. എൻ്റെ കണ്ണ് കരയുന്നത് അമ്മയ്ക്ക് സങ്കടമാവില്ലേ? നീ സന്തോഷമായിട്ടിരിക്കുന്നതാണ് അമ്മയ്ക്ക് സന്തോഷം. അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്ന് മുഖം മുഴുവനും കാശി ചുംബിച്ചു. അവളുടെ കുഞ്ഞു കുഞ്ഞു സങ്കടത്തെ പോലും തൻ്റെ പ്രണയം കൊണ്ട് അലിയിച്ച് കളയാൻ കാശിക്ക് കഴിഞ്ഞു. അഞ്ജലി, നീ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല കാശിയെ നിൻ്റേതാക്കാൻ. അഞ്ജലിയുടെ പുതിയ ഫ്രണ്ട് ഡാനി പറഞ്ഞു. നീ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ, പക്ഷെ അത് വച്ച് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ അവനെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഡാനി. അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു പ്രാവശ്യമെങ്കിലും അവനിൻ്റെ ആണിനെ എനിക്കറിയണം. ഉന്മത്താവസ്ഥയിൽ പെണ്ണവൾ പുലമ്പിക്കൊണ്ടേയിരുന്നു. 2-3 ദിവസത്തെ അവധി കഴിഞ്ഞ് കാശി ബാംഗ്ലൂർക്ക് തിരികെ പോയി. എന്നത്തെയും പോലെ അവൻ പോകാൻ നേരം കൺമണിക്ക് വലിയ സങ്കടമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും രാധയുമൊത്ത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയപ്പോൾ ആ വിഷമം മാറി. എന്നാൽ അന്നത്തെ ദിവസം ക്ലാസ്സിന് വന്ന ശ്യാംലാലിന് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ആ കണക്കിന് കൺമണിക്കതൊരു ആശ്വാസവുമായിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ പതിവില്ലാതെ രാജീവൻ അവരെ കൂട്ടാൻ വന്നു. അവൻ്റെ മുഖം പതിവിലും ഗൗരവത്തിലായിരുന്നു. കൺമണി രാധയുടെ മുഖത്തേക്ക് നോക്കി. അവൾ അറിയില്ലെന്ന് മുഖം തിരിച്ചു. രാജീവേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൺമണി വെക്കി ചോദിച്ചു. അപ്പോഴേക്കും കാർ ബീച്ച് സൈഡിൽ ഒതുക്കി നിർത്തി രാജീവ്. 2 പേരും പരസ്പരം നോക്കി. രാജീവ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കണ്ണാ, എനിക്കവളോട് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ പുറത്ത് നിൽക്കാമേട്ടാ. അതൊന്നും വേണ്ട. കണ്ണന് കേൾക്കാൻ പാടില്ലാത്ത ഒന്നുമല്ല എനിക്ക് ഈ കഴുതയോട് സംസാരിക്കാനുള്ളത്. ഡി, എന്താ നിൻ്റെ ഭാവം? നീ വലിയ ഐശ്വര്യറായി ആയിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. പക്ഷേ ഇപ്പോൾ നിൻ്റെ ഭാവവും മറ്റും കാണുമ്പോൾ ചവിട്ടിക്കൂട്ടി തോട്ടിലെറിയാനാണ് തോന്നുന്നത്. എനിക്ക് വീട്ടിൽ വേറെ വിവാഹാലോചനകൾ നടക്കുന്നുണ്ട്. എന്തിനും നിനക്ക് താല്പര്യമില്ല. ഞാനെന്തിനാ എൻ്റെ ഭാവി ഇല്ലാതാകത്തെ? അതുകൊണ്ട് ഞാൻ വീട്ടുകാർ തീരുമാനിക്കുന്ന വിവാഹത്തിന് സമ്മതിച്ചു. നീ നിനക്ക് പറ്റിയ വല്ല അഭിഷേക് ബച്ചനെയും നോക്കിക്കോ. കൺമണിക്ക് ഇതൊക്കെ കേട്ട് ചിരി വന്നു. രാധ ഭദ്രകാളിയെപ്പോലെ രാജീവനെ നോക്കി. ഡോ, എൻ്റെ പിന്നാലെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നിട്ട് എന്നെ തേക്കാനാണെങ്കിൽ തന്നെ താൻ കെട്ടുന്നെങ്കിൽ അത് എന്നെ, അല്ലെങ്കിൽ ഈ ജന്മം തനിക്ക് പെണ്ണില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിൽ പറഞ്ഞേക്കണം തന്നെ കാത്ത് ഞാൻ ഇവിടെ ഉണ്ടെന്ന്. രാജീവൻ ചിരിച്ചു. നിന്റെ സ്വഭാവം എപ്പോൾ മാറുമെന്നറിയില്ല. ആ കമ്പ്യൂട്ടർ സെൻറ്ററിലെ സാറിനെ കണ്ടപ്പോൾ ഇവൾക്കൊരു ചാഞ്ചാട്ടം. ഡി കഴുതേ, ഞാനും കാശിയും നിൻ്റെ ഏട്ടനോടും അമ്മയോടും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് സമ്മതക്കുറവൊന്നുമില്ല. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നിന്നെ പെണ്ണ് കാണാൻ ഞാൻ വരും കേട്ടോ. പെണ്ണിൻ്റെ മുഖം പൂത്തിരി കത്തിച്ച പോലെ തിളങ്ങി. ആഹാ, അപ്പോൾ എൻ്റെ കൊച്ചിന് നാണമൊക്കെ ഉണ്ടല്ലേ, ഭാഗ്യം.
രാജീവൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അന്ന് രാജീവൻ തന്നെയാണ് രാധയെ വീട്ടിൽ കൊണ്ട് വിട്ടത്. തിരികെയുള്ള യാത്രയിൽ രാധയ്ക്കും രാജീവനും പരസ്പരം അടുക്കാനും കഴിഞ്ഞു. രാത്രിയിൽ കാശി വിളിക്കുമ്പോൾ കൺമണിക്ക് പറയാൻ രാധപുരാണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കേട്ട് കഴിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന പെണ്ണിനെ നോക്കിയിരുന്നു. കണ്ണേ, എൻ്റെ പൊന്നെ, എനിക്ക് നേരിൽ കാണാൻ തോന്നുന്നു പെണ്ണെ, കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. എനിക്കും കാശിയേട്ടനെ കാണാൻ തോന്നുന്നു, എപ്പോഴും കാണാൻ തോന്നും കാശിയേട്ടാ. കുറച്ച് ദിവസം കൂടി ഇവിടെ ഒന്ന് സെറ്റാകട്ടെ, അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണനെ കൂടെ കൂട്ടാം. കാശിയേട്ടാ, എല്ലാവരും ചോദിക്കുന്നു വിശേഷമായില്ലേ എന്ന്. എന്ത് വിശേഷം? കാശി മനസ്സിലാവാത്തതുപോലെ ചോദിച്ചു. അത് പിന്നെ കുഞ്ഞായില്ലേ എന്ന്. ഓ, അതാണോ? ചോദിക്കുന്നവരോട് പറയണം എൻ്റെ കാശിയേട്ടന് ഒരു കൺമണിയുണ്ട്, ആ കുഞ്ഞ് വളർന്ന് വലുതായിട്ട് വേറെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്ന്. പെണ്ണിൻ്റെ മുഖം അവൻ്റെ മറുപടിയിൽ കൂർത്തു വന്നു. ഫോൺ കട്ടാക്കി മാറ്റി വെച്ചു. എൻ്റെ കണ്ണാ. പുഞ്ചിരിയോടെ കാശി ബെഡിലേക്ക് വീണു. പില്ലോ നെഞ്ചോട് ചേർത്തു. എന്താണ്? കാശിനാഥൻ ആകെ ഒരു ഇളക്കം. വിശ്വമകത്തേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചയിൽ ചോദിച്ചു അവനോട്. അതോ എൻ്റെ കണ്ണൻ ചോദിക്കുവാണ് അവൾക്ക് വിശേഷമായില്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നെന്ന്. ആഹാ, അത്രയൊക്കെ ആയോ? പിന്നെ ആവാതെ. അമ്മ എന്നോട് ചോദിച്ചു വിശ്വ. അവൾ കുഞ്ഞല്ലേടാ, കുറച്ചുകൂടി കഴിയട്ടെ, ഇപ്പോഴൊന്നും വേണ്ട. പെണ്ണിന് പരിഭവം. അതും പറഞ്ഞ് കാശി ചിരിച്ചു. തുടരും. എൻ്റെ കൺമണി ഇങ്ങനെയാണ് കൂട്ടുകാരെ, ഒരു പാവം, ഒരുപാട് നിഷ്കളങ്കയായ പെൺകുട്ടി. അതുകൊണ്ട് അവളെ ഇഷ്ടമില്ലാത്തവർ പരാതി പറയരുതേ.